കൊല്ലം കിളിയല്ലൂരിൽ നടന്ന സംഭവമാണ്. ഭാര്യയെ ഭർത്താവ് ഗ്യാസ് കുറ്റിക്കൊണ്ട് തലക്കടിച്ചു കൊന്നു. ഭാര്യ കവിതയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് മധുസൂദൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. അരുൺരാജ് കിളികൊല്ലൂരിൽ നിന്നും തത്സമയം ശരിയാണ്, വീടിൻ്റെ മുന്നിലാണ് അരുൺരാജ് ഉള്ളത്. അരുൺ, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു പ്രഭാതമാണ് കിളികൊല്ലൂരിൽ ഉണ്ടായത്. എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം? സാധാരണ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിയുമെന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ചത്. പറയൂ. തീർച്ചയായും നമ്മളെ ഏറെ നടുക്കിയ, നാടിനെ തന്നെ നടുക്കിയ ഒരു വലിയ സംഭവം അല്ലെങ്കിൽ കൊലപാതകം നടന്ന ആ വീടിന് മുമ്പിലാണിത്. ഈ വീട്ടിലാണ് ഇന്നലെ രാത്രി 10:30 ഈ ഭാര്യ കവിതയും അതുപോലെ തന്നെ ഭർത്താവ് മധുസൂദനും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. തുടർന്ന് ഈ ഭർത്താവ് മധുസൂദനൻ ഭാര്യയെ ഗ്യാസ് കുറ്റിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. നിലവിൽ പോലീസ് ഇപ്പോൾ മധുസൂദൻ പിള്ളയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് അടക്കം നയിച്ചതെന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. മധുസൂദൻ പിള്ള ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കടക്കം പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ വീടുമായി പരിചയമുണ്ടോ? ഉണ്ട്. വീടുമായിട്ട് നല്ല പരിചയമാണ്. നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഒരു ശല്യവും ഇല്ല. നാട്ടിനൊക്കെ നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു പാർട്ടി പ്രവർത്തനം കൂടിയാണ്. ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അതിനെ കുറിച്ച് അറിയില്ല. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നമ്മളെ പൊതുവെയുള്ള അഭിപ്രായം. സംഭവം കേട്ടപ്പോൾ ഇല്ല, ഞാൻ ഇച്ചിരി ദൂരെ അവിടെ നിന്ന് വന്ന ഈ നാട്ടുകാരടക്കം ഇവിടെ ചേർന്നിട്ടുണ്ട്. അറിയാവുന്നവരാണോ? അറിയാവുന്നത്. മറ്റു ഇവിടുത്തെ കുഴപ്പങ്ങളൊന്നും നമുക്ക് ഇല്ല. അകത്തൊന്നും വല്ല പ്രശ്നം ഉണ്ടോ ഇല്ലയോ? വെളിയിലൊരു ഇല്ലെന്നില്ല. അങ്ങനെയൊന്നുള്ള ഒരു അറിവ് നമുക്കില്ല. ഇരുവരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ ഈ അടുത്തിടയ്ക്ക്? പിന്നെ എപ്പോഴും ഇന്നലെ കണ്ടായിരുന്നു. ഇന്നലെ പകല് അമ്പലത്തിലൊക്കെ ഇവിടെ ഒരു അടുത്തൊരു അമ്പലം അവിടെ പോയിട്ട് രണ്ടുപേരുടെ ഒന്നിച്ചാ പോയിട്ട് വരുന്നത്. നല്ല ധാരണയായിരുന്നു അവരുണ്ടായൊരു പ്രശ്നം ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഈ സംഭവം പറഞ്ഞപ്പോൾ വലിയ ഞെട്ടലായിപ്പോയി. ഒന്നും നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഇതാണ്. എന്നുവെച്ചാൽ ഈ നാട്ടിലെ നല്ലൊരു വ്യക്തിയാണ്. നമ്മൾ ഇന്നലെ രാത്രി തന്നെ കണ്ടതാണ്. അത് 9:30 ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ പുള്ളി ഇങ്ങോട്ട് ഹെൽമെറ്റ് വെച്ച് വരുന്ന കണ്ടതാണ്. പ്രശ്നങ്ങളോ പുള്ളിക്ക് എന്തെങ്കിലും മദ്യപാനശീലം എന്തെങ്കിലും ഉള്ളതാണോ? ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് സംഭവിച്ചത് നാട്ടുകാർക്ക് പോലും ഇപ്പോഴും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സ്കാൻ അതാണ് കാരണം. മറ്റു പ്രശ്നങ്ങളില്ല. പൊതുപ്രവർത്തകനാണ്. നാട്ടിലെല്ലാം എല്ലാവരുമായി സഹകരിക്കുന്ന ഒരാളാണ്. പെട്ടെന്നുണ്ടായ പ്രകോപനമാകാം. പക്ഷേ അത് വളരെ ദാരുണമായ, വളരെ പൈശാചികമായ ഒരു കൊലപാതകമായി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം ഒടുവിൽ കൊലപാതകത്തിലേക്ക് അടക്കം നയിക്കേണ്ടി വന്ന സാഹചര്യം എന്തെന്ന് ഇനി മധുസൂദൻ പിള്ളയാണ് പോലീസിനോടക്കം വിശദീകരിക്കേണ്ടത്. കാരണം ഈ വീട്ടിൽ അവരെ കൂടാതെ 2 മക്കൾ കൂടിയുണ്ട്. അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കാനാണ് നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനം. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ കൂടി സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ എന്താണ് ഈ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി മധുസൂദൻ പിള്ളയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസ് ചെയ്യുക. അല്പസമയത്തിനകം കവിതയുടെ മൃതദേഹം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി കൊണ്ടുപോകും. ഈ സംഭവ സമയത്ത് ഈ മകൾ വീട്ടിലുണ്ടായിരുന്നു. മകളുടെ മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം അരങ്ങേറിയത്. രാത്രി 11 മണി കഴിയുമ്പോൾ ഈ മകൾ തന്നെയാണ് അയൽവാസികളെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞത് എന്നുകൂടി വാർത്ത വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മകൾ പ്രായമുള്ള കുട്ടിയാണോ മകൾ? അതെ, സ്കാൻ 2 മക്കളാണ് ഇവർക്ക് ഉള്ളത്. ഈ ഇരുവരും ഇതുമായി ബന്ധപ്പെട്ട് വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് ഈ വീട്ടിലടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ ഈ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അത് രാത്രി 10 മണിയോടെയാണ് മധുസൂദൻ പിള്ള ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് ഈ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മകൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇത് പരിഹാരം ഉണ്ടായില്ല. തുടർന്നാണ് ഈ ഇരുവരും ഈ കാണുന്ന ഈ റൂമിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കൊലപാതകം നടക്കുന്നത് ഈ മറച്ചിരിക്കുന്ന റൂമിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ ഈ ഗ്യാസ് കുറ്റി തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ ഈ പരിഭ്രാന്തരായ മകളാണ് പിന്നീട് നാട്ടുകാരെ അടക്കം വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മധുസൂദൻ പിള്ളയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ നിലവിൽ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പോലീസ് നൽകുന്ന വിവരം കുടുംബ പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള വിവരങ്ങളിലേക്ക് നൽകാൻ ഇപ്പോൾ പോലീസ് തയ്യാറാകുന്നില്ല. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണവും ചോദ്യം ചെയ്യലും അടക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളടക്കം ഇനി പോലീസ് സ്വീകരിക്കുക. ഇവിടെ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ മാധ്യമരംഗത്ത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-40 കൊല്ലം കടന്നു. ഒരു 41 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഈ ഗ്യാസ് കുറ്റി എടുത്ത് അടിച്ച ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.